അതിജീവിതയുടെ വക്കീലിന് ഇന്റർവ്യൂ ചെയ്തിട്ടില്ല എന്നെ ചോദ്യം. സജി നന്ദിയാട്ടെ, സജി ചോദ്യം ഒന്ന് കേൾക്കൂ. ഈ കേസിൽ അനുകൂലമായും പ്രതികൂലമായും വിധി വരാം. ഒരു ശരാശരി വക്കീലിന്റെ നിലവാരം നിങ്ങൾ പുലർത്തണം. എന്റെ മകൻ വക്കീലാണ്, ഞാനിത് പഠിച്ചയാളാ. മോശമാണ് നിങ്ങൾ എതിരോ അനുകൂലമൊക്കെ പറഞ്ഞത്. നിങ്ങൾ ഏത് യൂട്യൂബ് ചാനലിലെ സംസാരത്തെ കുറിച്ചാണ് ഈ സംസാരിച്ചത്? ഒരു പാനലിൽ വന്നിരിക്കുമ്പോൾ സജി നന്ദിയാട്ട് ആ അടുത്തിരിക്കുന്ന ആളോട് ഒരു കുറഞ്ഞ ബഹുമാനം കാണിക്കാം. നിങ്ങൾ ഏത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അങ്ങനെ ഒരു യൂട്യൂബ് ചാനലോ അഭിമുഖമോ എന്താണ്? എന്ത് ബഹുമാനത്തോടെയല്ല ഞാൻ സംസാരിച്ചത്. ഞാൻ മോശപ്പെട്ട വർത്താനം പറഞ്ഞോ? ഞാൻ എന്താ പറഞ്ഞത്? ഇന്നൊരു ചാനലിൽ ഇവർ പറയുന്ന ഒരു വാചകം ഞാൻ കേട്ടു. ഒരു ഓൺലൈൻ ചാനലിൽ അതിജീവിത ദിലീപ് ബലാത്സംഗം ചെയ്യാനും കുഴപ്പമില്ലെന്ന് പറഞ്ഞത്. എന്താണ് കുഴപ്പമില്ല എന്നല്ലോ പറഞ്ഞത്? ഒരു ഡയറക്റ്റ് ക്രൈമിനേക്കാൾ ക്രൂരമാണ്, ഒരു ഡയറക്റ്റ് ക്രൈമിനേക്കാൾ ക്രൂരമാണ് കൊട്ടേഷൻ നൽകിയുള്ള ക്രൈം എന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നം? അതും സുഹൃത്തായ ഒരാൾ. അങ്ങനെയല്ല, അതല്ല ആ വാചകം അത് ശരിയായില്ല. പൊതുസമൂഹത്തിന് ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ അതിജീവിതം ഞങ്ങളാരും പറഞ്ഞത് ഒരു ക്ലിപ്പ് കാണിക്കാമോ? അതിജീവിതയുടെ അഭിഭാഷകയെ വിമർശിക്കുന്നു, അപമാനിക്കുന്നു. എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപമാനിക്കലാണോ? വിമർശിക്കും, എന്നെ വിമർശിച്ചോളൂ. ഞാൻ തെറ്റ് ചെയ്താ ശരി. എന്റെ ചോദ്യത്തിലേക്ക് വരും സജി നന്ദിയാണ്. അത് വേറെ വിഷയമാണ്. പോയിന്റിലേക്ക് വരാം. അല്ല ആയിക്കോട്ടെ, ഇറങ്ങിപ്പോകുന്നതെന്ന് എൻ്റെ വിഷയമല്ല. ഞാനത് പറയണമല്ലോ. വളരെ മോശമല്ലേ? മനസ്സിലായില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. അവർ അതിജീവിതയുടെ വക്കീലാണ്. വെരി ഗുഡ്. അതിനെന്താ? ഞങ്ങൾ എന്ത് പറയുന്നത്? എത്ര ചാനൽ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്? ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനൊന്നും. പ്രതിപക്ഷ ബഹുമാനം പരസ്പരം കൊടുക്കണം. അജയകുമാറിന് എന്ന അദ്ദേഹമായിട്ട് ഞങ്ങൾ എത്രയോ വാഗ്വാദങ്ങൾ നടത്തിയിട്ടുണ്ട് ചർച്ചകളിൽ, എത്രയോ വർഷമായിട്ട്. പക്ഷേ അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ ആയ പിന്നെ ഒരു ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ഒരു സംശയം വേണ്ട.